ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി ടേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഈ ഒഴിച്ചുകറിക്ക്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ ആ വീഡിയോ കണ്ടാലോ നമുക്ക് എങ്ങനെയാ ചെയ്തതെന്ന്. ഇപ്പൊ നമുക്കൊരു ചട്ടി അടുപ്പി വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മൾ ഉണക്ക കൊഞ്ചുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാറുണ്ട്. അതിനായി ഞാനിവിടെ ഒരു തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്തെടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 4 പച്ചമുളകാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച അരപ്പുണ്ടല്ലോ, അരപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിലും ഈ തൈരും അരപ്പും കൂടെ ഒന്നിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എത്ര വേണോ നിങ്ങൾക്ക് കട്ടി അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് നമ്മളിടുന്ന പറഞ്ഞാൽ ഒരു നമ്മൾ ചട്ടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 നമ്മുടെ വറ്റൽമുളകാണ്, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു 7-8 ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം നമുക്കൊന്ന് താളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വെന്തിരിക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് ഈ സമയത്ത് ഒരു വെറും ലോ ഫ്ലെയിമിലായിരിക്കും തീ കിടക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ കൂട്ടുകാരെ ഈ സമയം കൊണ്ട് നിങ്ങൾ ആ ഫോളോ ബട്ടൺ ഒന്ന് ഞെക്ക് ഷെയറും കൂടെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഒന്ന് ലൈക്ക് അടിക്കാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കൂട്ടുകാരെ നിങ്ങളെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അതും കൂടെ എടുത്ത് നമ്മൾ മോരിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മൾ ഒഴിച്ചു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.